മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളാനാകില്ലെന്ന നിലപാടിൽ കേന്ദ്രത്തെ കുടഞ്ഞ് ഹൈക്കോടതി. കേന്ദ്രം സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കരുതെന്നും കേരളത്തോട് ചിറ്റമ്മ നയം പാടില്ലെന്നും ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി വിമർശിച്ചു. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ 12 ബാങ്കുകളെ കക്ഷി ചേർത്ത ഹൈക്കോടതി ദുരന്തബാധിതർക്കെതിരായ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സ്റ്റേ ചെയ്തു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാകില്ല എന്നാണ് കേന്ദ്രം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. ഇതോടെ കടുത്ത വിമർശനമുയർത്തിയ കോടതി ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയ പ്രത്യേക സഹായം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങൾക്കിടയിൽ വിവേചനം പാടില്ലെന്ന് ഭരണഘടനയുടെ ഫെഡറൽ തത്വം ഓർമ്മിപ്പിച്ച് കോടതി വിമർശിച്ചു. ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന ഭരണഘടനാപരമായ ഉറപ്പിനെ പാർട്ടി രാഷ്ട്രീയത്തിന്റെ പേരിൽ നിഷേധിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. ദുരന്തബാധിതരെ കേന്ദ്ര സർക്കാർ പരാജയപ്പെടുത്തിയെന്നും കേന്ദ്ര നടപടി ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിതത്തിന്റെ അന്തസ്സിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കോടതി വിമർശിച്ചു. വായ്പകൾ തിരിച്ചുപിടിക്കാനുള്ള ബാങ്കുകളുടെ ഷൈലോക്കിയൻ രീതികളെ കോടതിക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും ഉത്തരവിലുണ്ട്. ദുരന്തബാധിതരുടെ ജപ്തി നടപടികൾ കോടതി തടഞ്ഞു. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ 12 ബാങ്കുകളെ കോടതി കക്ഷി ചേർത്തു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാൻ കഴിയുമോ എന്ന് ബാങ്കുകൾ അറിയിക്കണമെന്നും കഴിയില്ലെങ്കിൽ കാരണം വിശദീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മീഡിയ 1 കൊച്ചി.